ബഹ്റൈനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് കണ്ണും പൂട്ടി ഉത്തരം പറയാൻ പറ്റുട്ടോ, അത് ഡ്രാഗൺ റോക്കിലാണ്. അപ്പം നമ്മൾ പോകുന്നത് ഡ്രാഗൺ റോക്കിലേക്കാണ്. പെരുന്നാളായിട്ട് കുറച്ച് ദിവസം ലീവൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഓരോരോ സ്ഥലമായിട്ട് അങ്ങനെ പോകാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഈ ബഹ്റൈൻ എന്ന് പറയുന്നത് കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞ ഐലൻഡ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയും ഇവിടെ ഭയങ്കരമായിട്ടൊന്നും കാണാനില്ലയെന്ന്. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ്. നമ്മൾ ശരിക്കും കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനുള്ളൊരു മനസ്സും കൂടെ വേണമെന്ന് മാത്രം. പോകണ വഴിയിലൊക്കെ ഇങ്ങനെ പച്ചപ്പൊക്കെ കാണുമ്പോൾ ശരിക്കും നാടിനെ ഓർമ്മ വരും കേട്ടോ. ശരിക്കും കയറുള്ള ഒരു ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അതെനിക്ക് മനസ്സിലായത് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് മാത്രം. എന്താ പറയുക, നമ്മുടെ നാടൊരു സംഭവം തന്നെയല്ലേ. കറക്റ്റ് മഴയും വെയിലും മഞ്ഞും പച്ചപ്പൊക്കെ ഇട്ട് എന്തായാലും ഇനി നാട്ടിൽ പോകുമ്പോൾ ശരിയാക്കി കളയാം. അപ്പോൾ അത് ഏകദേശം നമ്മൾ ഡ്രാഗൺ റോക്ക് എത്താനായിട്ടുണ്ട്. കറക്റ്റ് ഒരു മരുഭൂമി കൂടെ ഉള്ളൊരു ട്രാവലാണത്. പോകുന്ന വഴി ആൾക്കാരോ വണ്ടികളോ ഒന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒരു വണ്ടിയൊക്കെ കണ്ടാലായി. രണ്ട് സൈഡും ഖനികളാണ് തോന്നുന്നുണ്ട്. ഭയങ്കര ചൂടുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് അങ്ങനെ ലൊക്കേഷനൊന്നും അറിയില്ല. ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഡ്രാഗൺ റോക്ക് ബഹ്റൈനിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് ആ വഴി അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതേ ഡ്രാഗൺ റോക്ക് എത്താനായിട്ടുണ്ട്. നമ്മളെത്തിയപ്പോൾ 4:30 ടൈം. നമ്മൾ 3:30 ആകുമ്പോൾ ഇറങ്ങിയതാട്ടോ റൂമിൽ നിന്ന്. അപ്പോൾ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമ്മൾ ലേറ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും അങ്ങനെ പറ്റില്ലല്ലോ. സൺസെറ്റ് കഴിഞ്ഞ് അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി 4:30 ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രാഗൺ റോക്ക് കണ്ട സന്തോഷത്തിൽ ഞാനത് ഓടി കയറി കേട്ടോ കുന്നിൻ്റെ മേലേക്ക്. കാരണം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. നാട്ടിൽ വയനാടൊക്കെ ആവുന്ന ടൈമിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഇത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഈ എന്താ പറയുക, ട്രക്കിങ്ങും മൊത്തം ട്രാവലിങ്ങും ഒക്കെ. ഇനി നമുക്ക് കുറച്ച് ഡ്രാഗൺ റോക്കിനെ പറ്റി പറഞ്ഞാലോ. ബഹ്റൈൻ്റെ സദേം പാട്ടിലെ ജബൽ അൽ ദുക്കാൻ എന്ന് പറയുന്നൊരു ഡെസേർട്ടിലാട്ടോ ഈ ഡ്രാഗൺ റോക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കൊരു നാച്ചുറൽ റോക്ക് ഫോർമേഷനാണ്. അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് വിൻഡ് ഇറോഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത് രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നാച്ചുറൽ മെയ്ഡ് എന്ന് നമുക്ക് പറയാം. ചില സ്റ്റോറി ടെല്ലേഴ്സൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഇതിനെ കാണാൻ, അതായത് ഈ റോക്കിനെ കാണാൻ ശരിക്കും ഒരു സ്ലീപ്പിംഗ് ഡ്രാഗനെ പോലെ ഉണ്ടെന്ന്. അതുകൊണ്ടായിരിക്കും ഇതിന് ഡ്രാഗൺ റോക്ക് എന്ന് പേര് വന്നത്. അതേപോലെ തന്നെ റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കലായിട്ടുള്ളൊരു പ്ലേസ് ഒന്നും അല്ല കേട്ടോ. ഇത് ശരിക്കും എന്താ പറയുക, നാച്ചുറൽ ലവേഴ്സിനും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർബായിട്ടുള്ള പ്ലേസാണെന്ന് നമുക്ക് പറയാം. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ സല്ലാക്കിനും സക്കീറിനൊക്കെ അടുത്താട്ടോ അത്. അതേപോലെ തന്നെ മനാമിയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഏകദേശം 45 to 60 minutes ഡ്രൈവിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് സൽമാനിയയിലാണ്. അവിടെ നിന്നൊരു 1 hour എടുത്തു നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്താൻ. നമ്മൾ 3:30 റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 4:30 അവിടെ എത്തുമ്പോൾ. അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഡ്രാഗൺ റോക്ക് ബഹ്റൈനിൽ നിന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനാട്ടോ, അവിടെ കൊണ്ടെത്തിക്കും. പിന്നെ നമ്മൾ വരുമ്പോൾ മാക്സിമം 4 wheelers ഓപ്റ്റ് ചെയ്യായിരിക്കും നല്ലത്. കാരണം ഭയങ്കര ചൂടാണ് ഈ മരുഭൂമി കൂടെയുള്ള യാത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് 4 wheeler ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതേപോലെ തന്നെ വരുന്ന വഴി കുറച്ച് പ്രിക്കോഷൻസൊക്കെ എടുത്ത് വരുന്നത് നല്ലതായിരിക്കും. കുടിക്കാൻ കുറച്ച് വെള്ളം, കുറച്ച് ചായ, സ്നാക്സ്, സൺസ്ക്രീന്, കോട, അങ്ങനെയൊക്കെ. കാരണം നമുക്ക് നല്ല പണി കിട്ടി. നമ്മളൊരു കുറച്ച് വെള്ളം പോലും ഇല്ലാതെ വന്നത്. നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് സ്ഥലം എന്നുള്ളത്. അപ്പോൾ അടുത്തൊക്കെ ഷോപ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇനി കിലോമീറ്റേഴ്സ് പോകണം വെള്ളമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ എന്തായാലും സൺസെറ്റ് കാണാൻ വന്നതല്ലേ, അത് കഴിഞ്ഞിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് മുകളിൽ പോയി കണ്ട് നമ്മൾ അതേപോലെ തന്നെ താഴെ വന്ന് വണ്ടിയിലിരുന്നു. കാരണം 4:30 ആയിട്ടുള്ളൂ. ഒരു 5:30 ആകുമ്പോൾ പുറത്തിറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡ്രാഗൺ റോക്കിൽ നമ്മൾ ചെന്ന ടൈമിൽ ആകെ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞൊരു 5:30 ആയപ്പോൾ കുറച്ചും കൂടെ ഫാമിലീസ് എത്താൻ തുടങ്ങിയിട്ടോ. പക്ഷെ എന്നാൽ ഭയങ്കരമായി റഷും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അധികം ആൾക്കാരൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് തോന്നുന്നുണ്ട് ഈ ഡ്രാഗൺ റോക്ക്. അപ്പോൾ ഞാൻ ബഹ്റൈനിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ സെർച്ച് ചെയ്ത് നോക്കുന്നത് ബഹ്റൈനിലെ പുതിയ പുതിയ സ്ഥലങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ട്രാവൽ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും അതിൽ പ്രത്യേകിച്ച് കുറവൊന്നുമില്ല കേട്ടോ. കുഞ്ഞു സ്ഥലമാണെങ്കിൽ പോലും നമ്മളുള്ള സ്ഥലങ്ങളിലൊക്കെ മാക്സിമം പറ്റുന്ന പോലെ ട്രാവൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു 5:30 ആ ടൈമൊക്കെ ആയപ്പോഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇത്രയ്ക്ക് തന്നെ അങ്ങോട്ട് ഇരുട്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സിൽ വീഡിയോ എടുക്കുമ്പോൾ ബ്രൈറ്റ്നസ് നല്ല ലോ ആക്കിയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ ടൈമൊക്കെ ആയപ്പോൾ ഏകദേശം നല്ലൊരു പോസിറ്റീവ് വൈബായി. ഈ സൂര്യവെളിച്ചം ഇങ്ങനെ ചെതറി കിടക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
ഒരു ചായയൊക്കെ ഉണ്ടാക്കി വന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് നല്ലൊരു വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ, നെക്സ്റ്റ് ടൈം സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു 6-10 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം നമുക്കത് കഠിനമായി വെള്ളത്തിന് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ട് ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ്റെ ഒരു വ്യൂ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ വണ്ടി നിർത്തി നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആൾ താന്ന് പോയി. പെട്ടെന്നായിരുന്നു ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഡ്രാഗൺ റോക്ക് പോയില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ.